ജീവിതത്തിൻ്റെ നല്ല കാലം അത്രയും പ്രവാസിയായി ചോര വിയർപ്പാക്കി ജോലി ചെയ്ത് ശിഷ്ടകാലം സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ആസ്വദിക്കാൻ നാട്ടിൽ മടങ്ങിയെത്തുന്നവരാണ് പ്രവാസികൾ. എന്നാൽ നാട്ടിൽ മടങ്ങിയെത്തിയിട്ടും വെറുതെ ഇരിക്കാതെ കൃഷി ചെയ്ത് നല്ലൊരു വരുമാനമാർഗം കണ്ടെത്തിയ ഒരു കർഷകനുണ്ട്. ഇനി അദ്ദേഹത്തെ പരിചയപ്പെടാം. തിരുവല്ലയ്ക്കടുത്ത് നിരണത്തുള്ള കുന്നേൽ ടോണി വില്ലയിൽ തോമസ് എബ്രഹാം. ഒരു ദിവസം കൊണ്ട് തോന്നിയ ഒരിഷ്ടമല്ല കൃഷിയോട് ഇദ്ദേഹത്തിന്. പാരമ്പര്യമായി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണത്. ജീവിതത്തിൻ്റെ നല്ല കാലം അത്രയും ജോലി ചെയ്തതും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ. ഗൾഫിൽ അലൈൻ മുനിസിപ്പാലിറ്റിയുടെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു 34 വർഷം ഇദ്ദേഹം ജോലി ചെയ്തത്. അങ്ങനെ പാരമ്പര്യമായും തൊഴിൽപരമായും കിട്ടിയ ഇഷ്ടം തിരികെ നാട്ടിലെത്തിയപ്പോഴും അനസ്യൂതം തുടരുന്നു എന്ന് മാത്രം. കുടുംബപരമായിട്ടുള്ള ആ കൃഷിയിലെ താല്പര്യം കാരണം, പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ തന്നെ അവിടെ കോഴി വളർത്തൽ, മീൻ വളർത്തൽ, പച്ചക്കറി കൃഷി എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ വളർത്താത്ത പച്ചക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ കൃഷിയാണ് എൻ്റെ ഫീൽഡെന്ന് എനിക്ക് തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിലായി. വീടുൾപ്പെടുന്ന 25 സെൻറ്റ് സ്ഥലമാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം. വീടിൻ്റെ 4 വശങ്ങളിലും ടെറസിലുമെല്ലാം വിവിധ തരത്തിലുള്ള കൃഷികളാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു വശത്ത് പ്ലാവും മാവും തെങ്ങും കുരുമുളകും വാഴയുമൊക്കെയാണ്. മുൻവശത്തെ മുറ്റത്ത് ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായി പോലും പച്ചക്കറി കൃഷി തന്നെ. നിരന്നിരിക്കുന്ന കോളിഫ്ലവറും പന്തലിട്ട് കയറ്റിയിരിക്കുന്ന വള്ളിപ്പയറും ഫൈബർ ഡ്രം 2ആക്കി മുറിച്ചു വച്ചിരിക്കുന്ന വാഴയുമെല്ലാം വീടിൻ്റെ മുറ്റത്തിന് സ്വാഭാവിക ഭംഗി നൽകുന്നു. വീടിൻ്റെ പിൻവശത്തെ മുറ്റം പൂർണ്ണമായും കോഴികളെ വളർത്താൻ വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ്. ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ചാണ് ഈ ഭാഗം മറച്ചെടുത്തിട്ടുള്ളത്. മതിലിനോട് ചേർന്ന് കോഴിക്കൂടുകൾ ക്രമീകരിച്ചപ്പോൾ ഇടയ്ക്കുള്ള സ്ഥലം കോഴികളെ നിയന്ത്രിതമായി അഴിച്ചുവിടാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന വിധത്തിലാണ്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 120ഓളം കോഴികളെയാണ് ഇവിടെ വളർത്തുന്നത്. കൈരളിക്കോഴി, കരിങ്കോഴി, BV380, ടർക്കിക്കോഴി, നാടൻ കോഴി എന്നീ ഇനങ്ങളിൽപ്പെട്ട കോഴികളാണ് ഇവിടെയുള്ളത്. ഇൻക്യുബേറ്റർ സംവിധാനം ഉപയോഗിച്ച് ഈ കോഴികളുടെയെല്ലാം കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്നുമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളുടെയും മുട്ടയുടെയും വിൽപ്പനയാണ് കോഴികളിൽ നിന്നുള്ള വരുമാനമാർഗം. ഇതുകൂടാതെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഹൈടെക് കോഴിക്കൂടുകളുടെ വിൽപ്പനയിലൂടെയും നല്ലൊരു വരുമാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കോഴിക്കൂടിനും വീടിനും ഇടയിലുള്ള ഭാഗത്തിന് തണലൊരുക്കുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ്. വീടിൻ്റെ മുറ്റം മാത്രമല്ല, ടെറസും തോമസ് എബ്രഹാമിൻ്റെ കൃഷിയിടമാണ്. കടപ്ര പഞ്ചായത്ത് കൃഷിഭവന്റെ സഹായത്തോടെ ടെറസിന് മുകളിൽ മഴമറ ഒരുക്കിയെടുത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്.
തക്കാളി വഴുതനയും വേങ്ങേരി വഴുതനയും ഉൾപ്പെടെ ഹൈബ്രിഡും നാടനുമൊക്കെയായി 8 ഇനം വഴുതനയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മുളകിലും ഇനവൈവിധ്യങ്ങളേറെയുണ്ട്. ഉജ്ജ്വല, സിറ, ഹരിത തുടങ്ങിയ ഇനങ്ങളോടൊപ്പം വെള്ളക്കാന്താരി, നാടൻ പച്ചമുളക്, ക്യാപ്സിക്കം എന്നിവയുമുണ്ട്. പടർന്നു പന്തലിച്ച് നിറയെ കായ്ക്കുന്ന ബാംഗ്ലൂർ തക്കാളിയും ഇനവൈവിധ്യങ്ങളിൽപ്പെടുന്നു. കൃഷിയിൽ തോമസ് എബ്രഹാമിൻ്റെ വലങ്കൈ ഭാര്യ ഏലിയാമ്മ തോമസാണ്. ചെടിയുടെ പരിപാലനവും വളപ്രയോഗവുമെല്ലാം ഒരുമിച്ച് തന്നെ. സമ്പൂർണ്ണ ജൈവ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. കീടങ്ങളെ അകറ്റാൻ ഫിറോമോൺ കെണി, മഞ്ഞക്കെണി എന്നിവയുണ്ട്. ഇലകളെ ബാധിക്കുന്ന രോഗകീടങ്ങളെ പ്രതിരോധിക്കാൻ സ്യൂഡോമോണീസ് ഇടയ്ക്കിടെ തളിച്ചു കൊടുക്കും. രോഗായി ഞാൻ സാധാരണ നിറയ്ക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഉണക്കക്കരിയിലെ ഒരു ലെയറിടും. അതിനുശേഷം 2:1:1 എന്ന മെത്തേഡിൽ, അതായത് 2% പുരയിടത്തിലെ മേൽമണ്ണ്, 1% ചാണകപ്പൊടി, 1% ചകിരിച്ചോറ്. ഇതാണ് എൻ്റെ മിക്സിങ് മെത്തേഡ്. അതിനകത്തോട്ട് നമ്മൾ പാകമായ തൈയെ നടുകയാണ് ചെയ്യുന്നത്. നട്ടതിന് ശേഷം, വേര് പിടിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ആദ്യത്തെ വളം കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ വളം എന്ന് പറഞ്ഞാൽ ചാണകം പുളിപ്പിച്ചത്, വേപ്പൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചത്. ഇത് രണ്ടും കൂടെ ഓരോ മഗ്ഗെടുക്കുകയാണെങ്കിൽ 4 അടി വെള്ളം ചേർത്ത് അതിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ ഒഴിച്ചെടുക്കുക. അതിനുശേഷം അടുത്ത വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ചാണകപ്പൊടി, ട്രൈക്കോഡെൽമ ചേർത്ത് പുളിപ്പിച്ച ചാണകപ്പൊടി. അതിനുശേഷം കോഴി കമ്പോസ്റ്റ് ധാരാളമായിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു ഗോശാലയുണ്ട്, നാടൻ പശുവിൻ്റെ ഗോശാല. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ജീവാമൃതം അത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും കൊടുക്കാറുണ്ട്. ഔഷധ ഗുണമടക്കമുള്ള 6 ഇനം ചീരകളുടെ കൃഷിയും ഈ ടെറസിലുണ്ട്. അഗസ്ത്യ ചീര, ചുവന്ന വള്ളിച്ചീര, വെള്ള വള്ളിച്ചീര, പാലക് ചീര, ചായമൻസ, നാടൻ ചീര എന്നിവയാണ് ചീരയുടെ ഇനങ്ങളായി കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗുകളിലായി കാബേജ്, വെണ്ടയ്ക്ക, പുതിന, കൂർക്ക, ചുരയ്ക്ക എന്നിവയുടെ കൃഷിയും ഈ കൊച്ചു കൃഷിയിടത്തിൽ കാണാം. ഇതിനു പുറമെയാണ് പഴവർഗ്ഗങ്ങളായ ചൈനീസ് ഓറഞ്ചിൻ്റെയും സ്ട്രോബെറിയുടെയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും കൃഷി. ഇത്രയും പരിമിതമായ സ്ഥലത്ത് ഇത്രയധികം വിപുലമായ കൃഷിക്ക് തോമസ് എബ്രഹാം അവലംബിച്ചിരിക്കുന്നത് പവലിയൻ സ്റ്റാൻഡ് ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ്. ഒരിക്കൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കണ്ട മാതൃക സ്വന്തം ആശയമനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. നമുക്ക് കുറഞ്ഞ സ്ഥലം കൊണ്ട് കൂടുതൽ ഗ്രോ ബാഗുകൾ, കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ടെറസിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴത്തില്ല, ടെറസ് കിടാകത്തില്ല. നമുക്ക് ക്ലീനിങ് എല്ലാം വളരെ എളുപ്പമാണ്. എപ്പോഴും നല്ല വൃത്തിയായി കിടക്കും. ഏകദേശം ഒരു 35 ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ ഒരു 70 ഗ്രോ ബാഗിൽ മുകളിൽ ഈ പവലിയൻ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചുരുങ്ങിയ സ്ഥലം കൊണ്ട് കൂടുതൽ ഗ്രോ ബാഗും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രത്യേകത അതിനുണ്ട്. പ്രത്യേകിച്ച് പടരുന്ന ഐറ്റങ്ങൾക്കാണെങ്കിൽ പന്തലൊക്കെ കയറ്റാം എളുപ്പം എല്ലാം. അതുപോലെ തന്നെ നമുക്ക് പരിചരണം എളുപ്പം. നമുക്ക് ഈ പവലിയൻ സ്റ്റാൻഡ് കയറി നിന്ന് നമുക്ക് ഓരോന്ന് വെള്ളമൊഴിക്കാനും നോക്കാനും ശ്രദ്ധിക്കാനും വളരെ നല്ലതാണ്. പവലിയൻ സ്റ്റാൻഡിൽ പഴയ ഓട് വെച്ച് അതിനു മുകളിലാണ് ഗ്രോ ബാഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ജലസേചനത്തിനായി ഓരോ ഗ്രോ ബാഗിലേക്കും തുള്ളി നനയ്ക്ക് വേണ്ടിയുള്ള പൈപ്പ് ലൈനും ക്രമീകരിച്ചിട്ടുണ്ട്. ടെറസിൻ്റെ ഒരു തട്ടിലും കുറച്ച് ഗ്രോ ബാഗിലുമായി കൗതുകത്തിനു വേണ്ടി കരനെല്ലിൻ്റെ കൃഷിയുമുണ്ട്. ഇതുകൂടാതെ സുഹൃത്തുക്കളുമായി ചേർന്ന് പാടം പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്ത് വീടിനാവശ്യമായ നെല്ലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കർഷകൻ. 25 സെന്റിലെ പുരയിടത്തിൽ നിന്ന് ഒരു വീടിന് ആവശ്യമായതിലേറെ പച്ചക്കറിയും
മുട്ടയും കോഴിയുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ നല്ലൊരു വരുമാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു വെച്ചൂർ പശുവും ഒപ്പം കുറച്ച് മീൻ കൃഷിയും കൂടെ ചെയ്ത് സമ്പൂർണ്ണ സ്വയം പര്യാപ്തത നേടണമെന്നാണ് തോമസ് എബ്രഹാമിൻ്റെ ആഗ്രഹം. വീടടക്കമുള്ള 25 സെന്റ് സ്ഥലത്ത് കൃഷി എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമാണ് തോമസ് എബ്രഹാം എന്ന ഈ കർഷകൻ. ഈ കർഷകനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കൃഷി രീതികളെക്കുറിച്ചും അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ബന്ധപ്പെടേണ്ട വിലാസം: തോമസ് എബ്രഹാം, കുന്നേൽ ടോണി വില്ല, നിരണം PO, കടപ്ര വഴി, തിരുവല്ല, പത്തനംതിട്ട ജില്ല. ഫോൺ നമ്പർ 9560826665. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9560826665. നാട്ടുപച്ചയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പ്രിയ പ്രേക്ഷകരോട് ഒരു വാക്ക്: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ പരിപാടിയുടെ ഊർജം. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം നിങ്ങളുടെ കൃഷി വ്യത്യസ്തമുള്ളതാണെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ ഈ എപ്പിസോഡും മുൻപുള്ള എപ്പിസോഡുകളും ഞങ്ങളുടെ വെബ്സൈറ്റായ manoramanews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.